ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. 2 ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഈച്ച് carrying സെയിം ചാർജ് Q ബട്ട് ഓഫ് ഡിഫറെൻറ്റ് masses MP ആൻഡ് MQ എൻ്റർ ദ മാഗ്നറ്റിക് ഫീൽഡ് B വിത്ത് വെലോസിറ്റി സ്പീഡ് VP ആൻഡ് VQ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. എന്താണ്? സെയിം ചാർജ്, രണ്ടിൻ്റെയും ചാർജ് സെയിം ആണ് കേട്ടോ. ചാർജ് എന്ന് പറയുന്നത് രണ്ടിനും സെയിം ആണ്, ബട്ട് ഡിഫറെൻറ്റ് മാസ് പിയുടെ മാസ് MP, ക്യൂവിൻ്റെ മാസ് MQ, രണ്ട് മാസ് ഉണ്ട്. എൻ്റർ ദ മാഗ്നറ്റിക് ഫീൽഡ് B വിത്ത് സ്പീഡ് VP ആൻഡ് VQ. VPയും VQ എന്ന് പറയുന്ന സ്പീഡിൽ അത് എൻ്റർ ചെയ്യുന്നു എങ്കിൽ ഫോർ ദ ട്രജക്ടറീസ് ഫോളോഡ് ബൈ P. നമുക്കറിയാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സർക്കുലർ പാത്തിൽ കൂടെ കിടന്ന് കറങ്ങും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ എൻ്റർ ചെയ്താൽ സർക്കുലർ പാത്തിൽ കൂടെ രണ്ട് പാർട്ടിക്കിൾസും കിടന്ന് കറങ്ങും അല്ലേ. പടത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ക്യൂവിനാണ് റേഡിയസ് കുറവ്. ക്യൂവിന് റേഡിയസ് കുറവാണ് അല്ലേ. ക്യൂവിൻ്റെ റേഡിയസ് എന്താണ്? ക്യൂവിൻ്റെ റേഡിയസ് കുറവും പിയുടെ റേഡിയസ് കൂടുതലുമാണ്. പടത്തിൽ നോക്കിയാൽ മനസ്സിലാവും പിക്കാണ് റേഡിയസ് കൂടുതൽ അല്ലേ. എങ്കിൽ നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും ഏതിനാണ് മൊമെൻറ്റം കൂടുതലെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം R=mv ഡിവൈഡ് ബൈ QB ആണ്. mv ഡിവൈഡ് ബൈ QB. mv ആണെന്ന് തോന്നുന്നു മൊമെൻറ്റം, മാസിൻ്റെ വെലോസിറ്റി. അപ്പോൾ ആർക്കാണോ mv കൂടുതൽ അവനായിരിക്കും റേഡിയസ് കൂടുതൽ. കാരണം റേഡിയസ് mvക്ക് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണല്ലോ, മുകളിലല്ലേ, ന്യൂമറേറ്ററിലല്ലേ, അതുകൊണ്ട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ mv ആർക്കാണോ കൂടുതൽ അവനായിരിക്കും റേഡിയസ് കൂടുതൽ. അപ്പോൾ ഇവിടെ റേഡിയസ് കൂടുതൽ ആർക്കാണ്? RPക്കാണ്. അപ്പോൾ RPയുടെ mv, അതായത് MP ഇൻറ്റു VP ആയിരിക്കും കൂടുതൽ അല്ലേ. MP ഇൻറ്റു VP കൂടുതലായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷന് A ആണ് അല്ലേ. MP ഇൻറ്റു VP ആയിരിക്കും കൂടുതൽ, MQ ഇൻറ്റു VQ കുറവായിരിക്കും. ഓർത്ത് വെച്ചിരിക്കുക, റേഡിയസ് കുറവാണെങ്കിൽ മൊമെൻറ്റം കുറവായിരിക്കും, റേഡിയസ് കൂടുതലാണെങ്കിൽ മൊമെൻറ്റം കൂടുതലായിരിക്കും. എപ്പോൾ? ഈ ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്ത് ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന സമയത്ത് മൊമെൻറ്റം കൂടുതലുള്ളവന് റേഡിയസ് കൂടുതലും മൊമെൻറ്റം കുറവുള്ളവന് റേഡിയസ് കുറവും ആയിരിക്കും.